ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു റാഗി അടയാണ് ഞാൻ തയ്യാറാക്കാനായി പോകുന്നത്. ഏത്തപ്പഴം വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് ഞാനൊരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. 2 കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. നിങ്ങൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് മധുരം ചേർത്താൽ മതി. ഏത്തപ്പഴത്തിന് മധുരം ഉള്ളതുകൊണ്ട് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അരിഞ്ഞെടുത്തിട്ടുള്ള ഈ പഴം നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഉരുക്കിയെടുത്ത ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് തണുത്തതിന് ശേഷമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇനി ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്തതാണിത്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ തീയിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഇതൊരു 1 മിനിറ്റൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. കുറേ സമയത്ത് വറുത്തെടുക്കുകയൊന്നും വേണ്ട. ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർത്ത് ഇതിലാക്കി കൊടുക്കരുത്. അപ്പോൾ വെള്ളം കൂടിപ്പോകും. 1 ഗ്ലാസ് വെള്ളത്തിൽ ശർക്കരപ്പാനി ഉരുക്കിയെടുത്താൽ മതി. അതിട്ട് അരച്ചെടുത്താലും മതി. ഒരു പഴമുള്ളല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചെറിയ തീയിൽ വേണം ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞൊക്കെ പോകും. ഇനി ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ 1 ഒക്കെ ചേർത്താൽ മതി. ഒരു 3 ഏലക്ക പൊടിച്ചതും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. തേങ്ങ നമ്മൾ ടേസ്റ്റിനായിട്ട് ചേർക്കുന്നതാണ്. വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആ തേങ്ങയും ഉപ്പും എല്ലായിടത്തും എത്തി വരട്ടെ. ഏലക്ക പൊടിച്ചതും എല്ലാം ചേർക്കാം. ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമുള്ളവർക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ പൊടിച്ച് ചേർത്താൽ നല്ലതാട്ടോ. ഞാൻ ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഒരു വാഴയിലയിൽ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കണം. ഇത് കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടൊന്ന് നനച്ചെടുത്തിട്ട് പരത്തിയെടുത്താൽ മതി. ഇനി നമുക്കിത് മടക്കിയെടുക്കാം. എല്ലാം തയ്യാറാക്കിയെടുക്കാം. എല്ലാം തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആവിയിൽ ഇത് 8-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. നമുക്ക് അട തുറന്ന് നോക്കാം ആയോന്ന്. ഇതായിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. നല്ലൊരു ഹെൽത്തി അടയാട്ടോ ഇത്. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇത് വളരെ ഇഷ്ടമാകും. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണേ.